വയനാട് വാടേറ്റീൻ്റെ മുമ്പിൽ കുറെ നേരമായിട്ട് കാത്തു നിൽക്കുകയാണ്. കാലത്ത് തന്നെ എണീപ്പിച്ച് വിട്ടിട്ട് എന്നെ കാണാൻ നമ്മുടെയൊക്കെ റേഞ്ച് മാറിയിരിക്കണം. എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ അഭിമാന താരമായിട്ടുള്ള വിരാട് കോഹ്ലിയും ഓരോ പെണ്ണുങ്ങളും കൂടി വരുന്നതെന്ന് പറഞ്ഞു. കുറെ നേരമായി നിൽക്കുന്നത്, ഇതപ്പോൾ വരുമായിരിക്കും അല്ലേ? നമസ്കാർ ജി, കൈസേ? സുഖം. മലയാളം അറിയുന്ന വിരാട് കോഹ്ലിയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ? അടിപൊളി. എന്തെന്നായാലും അതും ഉഷാറായി. വരി. കളി കഴിഞ്ഞിട്ട് വരുന്ന വഴി, കളി കഴിഞ്ഞിട്ട് മടുത്ത് വരുന്നു. കുറെ നേരം ഇവിടെ കുറച്ചു നേരം നിൽക്കണം. നിങ്ങളിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ടേ നമ്മളാകെ അങ്ങോട്ട് എക്സൈറ്റഡ് ആയിരുന്നു. വേറെ ഒന്നല്ല, നമ്മളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വിരാട് കോഹ്ലി നമ്മളിരിക്കണം ഇവിടേക്ക് വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാം. നിങ്ങളുടെ പേര്? രജീഷ്. രജീഷ്. നിങ്ങളുടെ പേരോ? ആര്യ. രജീഷിന് എപ്പോഴാണ് ഈ വിരാട് കോഹ്ലിന്റെ പ്രേതം കൂടിയത്? കൂടിയത് ആദ്യം എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു ചെറിയ മുഖച്ചായ ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാക്കിയില്ല. പിന്നെ കോമഡി ഉത്സവം എന്ന പരിപാടിയിൽ ഞാനൊരു ഇമിറ്റേഷൻ റൗണ്ടിൽ പരിപാടി ചെയ്തായിരുന്നു. അപ്പോൾ അവിടുത്തെ നമ്മുടെ ആങ്കർ മിഥുൻ ചേട്ടൻ പറഞ്ഞേട്ടാ നിന്റെ കണ്ണിന്റെ ആ ഭാഗത്ത് കാണാൻ കറക്റ്റ് വിരാട് കോഹ്ലിന്റെ ഒരു ലുക്ക് ഉണ്ട്, അപ്പൊ നീ ആ ബാക്കി ഫിഗറും കൂടെ അങ്ങനെ ചെയ്തു നോക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ ഏകദേശം അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ആൾക്കാർക്ക് ആ പ്രേതം കുടിച്ചത് മിഥുനാണ് അല്ലേ? മിഥുനാണ് നിങ്ങളെ പിടിച്ച് വിരാട് കോഹ്ലി. സംഭവം മരണ മാസ ലുക്കാണ് വിരാട് കോഹ്ലി. അവേ ആക്ച്വലി ക്രിക്കറ്റ് കളിക്കില്ല സത്യം പറഞ്ഞ ഈ ഫിഗർ കംപ്ലീറ്റ് പോയില്ലേ? ക്രിക്കറ്റ് അറിയൂലേ? ഇല്ല, ഈ ഫിഗർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ വിരാട് കോഹ്ലിനെ തന്നെ ശ്രദ്ധിക്കാം. തമ്പുരാൻ, ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ ക്രിക്കറ്റിന്റെ ബ്രഹ്മമൂത്തായതാണെന്നൊക്കെ. ക്രിക്കറ്റും അറിയില്ല? ഇല്ല, ക്രിക്കറ്റ്. വിരാട് കോഹ്ലിനെ അറിയായിരുന്നു മുമ്പ്? കോഹ്ലിനെ എനിക്ക് അറിയായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് വിരാട് കോഹ്ലിന്റെ മാനറിസം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിക്കറ്റ് കളി കണ്ടു തുടങ്ങിയത്. നിങ്ങൾക്കോ ക്രിക്കറ്റ് അറിയാം? അറിയില്ല, ഒട്ടും അറിയില്ല. ഇവിടെ ആദ്യം ഇത് സച്ചിനാന്ന് പറഞ്ഞിരിക്കും. നിങ്ങളൊക്കെ സച്ചിന്നോ? അപ്പൊ പിന്നെ ഭയങ്കര നോളേജ് ആണ് ക്രിക്കറ്റിൽ. പിന്നെ പറയാനില്ല, ഒരു പ്രബന്ധം എഴുതാനുള്ള അല്ലേ? ഓക്കെ. പിന്നെ വിരാട് കോഹ്ലി അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ്? വേറെ ഇമിറ്റേഷൻ ആണ്. അല്ല, വിരാട് കോഹ്ലിന്റെ മാനറിസം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? അതൊന്ന് കാണാം. Kohli was looking for that strike. Clean as a whistle. It's gone the distance as well. 2 runs of the over. Kohli looking dangerous. India 218 for 1. 200 comes up for India. He's an outstanding touch here. And he's dealing in boundaries. He's on 39. ക്രിക്കറ്റ് അറിയൂലെന്ന് ആരും പറയൂല കേട്ടാ. അടിപൊളി. ഓക്കെ. വിരാട് കോഹ്ലി സംഭവം മിഥുൻ കണ്ടുപിടിച്ചു, നിങ്ങൾ കൊണ്ടുവന്നു. അതിന് മുമ്പ് നിങ്ങൾ പോയത് വേറെന്തോ പരിപാടിക്കല്ലേ? ഇമിറ്റേഷൻ ആരെ ചെയ്തിട്ടുള്ളത്? ഇമിറ്റേഷൻ നമ്മളെ ചാളമേരി ചേച്ചി. നിങ്ങളുടെ മാസ്റ്റർ പീസ്. പിന്നെ ചാളമേരിയിൽ തുടങ്ങാം. ഓക്കെ. അതിന് നിനക്ക് പ്ലസ് ടു പഠിക്കുന്ന കനിയവാനെ അറിയാമോ? എന്താ കണ്ടോ? ഞാൻ തന്നെയാണ് പ്ലസ് ടു പഠിക്കുന്ന കനിയവാനൻ. ഈ പിശാച്ച് എപ്പോഴും ചോദിക്കും യാതൊരു രസം ഇട്ടേക്കരുത്. ഞാൻ ചട്ടേ പൊട്ടിട്ട് ഈ ബ്യാലെ ചോദിക്കരുത്. ഒരു ഉജാലോണ്ട് എടുത്തിട്ട് ഒരു ഹാലിഡേഴ്സ് എടുക്ക്. അതപ്പോൾ ഹെവി സ്പോട്ടിൽ റെഡി പൊസിഷനാണ്. ഇതേപോലെ വഴി കിടക്കല. അപ്പൊ നമുക്ക് ഇനി ആര്യയിലേക്ക് വരാം. ആര്യയും കോമഡി ഉത്സവവും അതേപോലെ തന്നെ ഭയങ്കര കലാകാരിയും സിംഗറും ഒക്കെ ആണല്ലോ. എന്താ ആര്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ? എനിക്ക് പാട്ട് വലിയ ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ ഞാൻ പാട്ടൊന്നും പാടില്ലായിരുന്നു, ഫുള്ള് ഡാൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പൊ ഡാൻസ് ഇല്ല, ഡാൻസിനോട് വലിയ താല്പര്യമില്ല. അമ്മ ഡാൻസ് ടീച്ചറാണ്, എന്നാലും ഡാൻസിനോട് എനിക്ക് വലിയ താല്പര്യം. എനിക്ക് പാട്ട് പാടാൻ വലിയ ഇഷ്ടമാണ്. അപ്പം ഞാനൊരു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മുതൽ പെട്ടെന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ പാട്ടുകാരിയായി മാറി. പിന്നെ പാടാനൊക്കെ പോവും. അങ്ങനെ ഏട്ടന്റെ മുഖേനയാണ് ഞാൻ കോമഡി ഉത്സവത്തിലേക്ക് പോകുന്നത്. അങ്ങനെ കൊണ്ടുപോയത് ഏട്ടനാണ് ഓഡിഷൻ ഉണ്ട്, നീ ഇതിൽ പങ്കെടുക്കും. അപ്പോൾ എനിക്കിങ്ങനെ പാടുമെന്നല്ലാണ്ട് ഇമിറ്റേഷൻ അങ്ങനെ കോൺഫിഡൻസ് അല്ലായിരുന്നു ഓഡിഷനിൽ പങ്കെടുക്കാൻ. അപ്പൊ എനിക്ക് ഒരു കഴിവുമില്ല, അപ്പൊ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഓഡിഷൻ റൗണ്ടിൽ തന്നെ കിട്ടി. അപ്പൊ തന്നെ വിളിച്ചു പ്രോഗ്രാം. അങ്ങനെ ഞാൻ സുശീലാമ്മേന്റെ ഒരു പാട്ടാ ഫസ്റ്റ് പാടിയത്. അപ്പൊ തന്നെ അവര് സെലക്ടഡ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങളുടെ വോയിസിൽ ഒരു പാട്ട് ആദ്യം പാടി. ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനെ കണ്ടോ, ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനെ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സൊന്നരത ഘോഷം, ചെമ്പരത്തിപ്പൂവേ ചൊല്ല്. അടിപൊളി. ഓക്കെ.
നിങ്ങളെ ഇമിറ്റേഷൻ ആരൊക്കെയാ ചെയ്യല്? ഞാൻ സുശീലാമ്മേന്റെ, പിന്നെ വാണിയമ്മേന്റെ, പിന്നെ ഗീതാമാധുരി, വൈക്കം വിജയലക്ഷ്മി, അങ്ങനെ ചെറിയ ചെറിയ എനിക്കങ്ങ് പെർഫെക്റ്റ് ആണ് ഒരു എന്നെ ചെറുതായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു. പക്ഷെ എന്റെ കെട്ടിയവനോട് പറഞ്ഞു നീ ഓക്കെയാണ്. അതാണ് കോൺഫിഡൻസ് ആയില്ല. അപ്പൊ പക്കയായിട്ടുള്ള ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ സുശീലാമ്മന്റെ പൂന്തേനരുവി എന്നൊരു പാട്ട്, അത് പാടാം. പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം പൂന്തേനരുവി. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ ഇനി അടുത്ത് നമ്മുടെ വിരാട് കോഹ്ലിന്റെ ഇമിറ്റേഷൻ കേൾക്കാം. ഏതാ അടുത്ത്? ഞാൻ വിനയ് ഫോർട്ടിന് ചെയ്യാം. വിനയ് ഫോട്ടോ. ഓക്കെ ഓക്കെ. പാതിരാത്രിക്ക് വിളിച്ച് നിന്റെ നമ്പർ ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയണം? എനിക്കറിയില്ല എന്ന് പറയണോ? നീ ഒന്ന് കുടിച്ചു നോക്ക്. നിന്റെ ഹൂദറ പാറ്റല്ല, ഒറിജിനൽ സർക്കാർ പാറ്റ. ജാവ സിമ്പിൾ ആണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ് അല്ലേ? ജാവ സിമ്പിൾ. അഞ്ജലിക്ക് മനസ്സിലായോ? ജാവ സിമ്പിൾ ആണ്. എന്താ പറയാ, വാറ്റ് നേരെ പവർഫുൾ ജാവയിലേക്ക് പോയി. ഓക്കെ ഓക്കെ. ഇനി അടുത്ത് നമുക്ക് വിനായകനെ അല്ലോ അല്ല കൃഷ്ണൻ, ഞാനത്തൊക്കെ എങ്ങോട്ടാ വെറുതെ വിളിച്ചാണ്. അച്ഛനെ ഒരു ചെറിയ ടീമല്ല, അവര് ഒരു കിട്ടില്ല ടീമാണ്. അവരെന്നെ ഉറക്കും അച്ഛനെ. ഞാൻ എങ്ങോട്ടും പോണില്ല, അച്ഛൻ്റെ കൂടെ ഇവിടെ നിൽക്കാൻ പോണ്. മൈ പാരൻസ് ഈസ് കോൾഡ് ദാമോദരൻ ഉണ്ണിമകൻ ടിൽമാനട്ട കൊച്ചി. പീപ്പിൾ ഈസ് കോൾഡ് ഡ്യൂഡ്. അടിപൊളി 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 അടിപൊളി. ഇനി കോഹ്ലിയും പെണ്ണുങ്ങളും കൂടി കല്യാണം കഴിച്ചിട്ട് എത്ര കഴിക്കണേ? ഞങ്ങൾ 5 വർഷമായി. 5 വർഷം. ലവ് മാരേജാ അറേഞ്ച് മാരേജാ? ലവ് മാരേജ്. ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും വയനാട്ടുകാരനാ? രണ്ടുപേരും വയനാട്ടുകാരൻ. എങ്ങനെ ഇവിടുന്ന് കണ്ടതാണോ എങ്ങനെയാണ്? അല്ല, ഞങ്ങളൊരു പ്രോഗ്രാമിൽ നിന്ന് കണ്ടുമുട്ടിയതാണ്. ഒരു ശിവരാത്രി പ്രോഗ്രാമിന് പോയപ്പോ പുള്ളി അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് വിരാട് കോഹ്ലിന്റെ ഫിഗർ തന്നെ ചെയ്തിട്ട് ഈ കോസ്റ്റ്യൂമിൽ തന്നെ ഞാനിങ്ങനെ ബാറ്റൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമായിരുന്നു. അപ്പൊ പുറകിൽ നിന്ന് വന്നിട്ട് ഒരാൾ വിളിച്ചിട്ട് ചേട്ടാ ഇത് കറക്റ്റ് ഫിഗർ ആട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അറിഞ്ഞത് എന്നെ മനസ്സിലായി ഇത് ആരുടെ ഫിഗർ. കറക്റ്റ് ഫിഗർ തെണ്ടുൽക്കർ. അപ്പോഴാണ് കോമഡി ഉത്സവത്തിന്റെ ഓഡിയേഷൻ വന്നത്. അപ്പൊ വയനാട്ടിലെ കോർഡിനേറ്റർ ഞാനായിരുന്നു. അപ്പൊ അങ്ങനെ കലാകാരന്മാരെ തപ്പുന്ന ഇടയ്ക്ക് ഞാനിങ്ങനെ ഓർമ്മ വന്ന് വിളിച്ചതാണ്. അപ്പൊ ആ വിളി കുറച്ച് നീണ്ടുപോയി. അതിവിടെ പിന്നെ എങ്ങനെ പോണു കാര്യങ്ങൾ? നിങ്ങൾക്ക് ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ജോലിയൊക്കെ? ഞാൻ ആദ്യം ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നു. അപ്പൊ കണ്ണിന് ചെറിയൊരു പ്രോബ്ലം വന്നിട്ട് ഞാനിപ്പോ കാർ ആക്സസറീസിന്റെ വർക്കിലേക്ക് മാറി. അപ്പൊ ആരും എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ TTC കഴിഞ്ഞു, പിന്നെ ഗാനഭൂഷണം കഴിഞ്ഞു, സംസ്കൃതം TTC കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഗാനഭൂഷണം കഴിഞ്ഞത് ഞാൻ MG ശ്രീകുമാർ ഇല്ലേ നമ്മുടെ സാറ്, MG സാറിന്റെ സിസ്റ്റർ ഓമനക്കുട്ടി ടീച്ചർ എടുത്തായിരുന്നു കഴിഞ്ഞ. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അപ്പോ കണ്ണിന്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്നുള്ള പ്രൊഫഷൻ നിർത്തിയത് അല്ലേ? അതെ. അല്ലേക്കാ ഒരു നമ്മുടെ ജീവിതത്തിലെ ഒരു ചെറിയ ഇത്രയും സന്തോഷം ഉണ്ടെങ്കിലും ചെറിയൊരു വിഷമമുണ്ട് ഞങ്ങൾക്ക്. അതൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മൾ ഇതും സൈഡായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഏട്ടനൊരു അസുഖമുണ്ട്, മൊഗാഡ് എന്ന് പറഞ്ഞൊരു അസുഖം. മോഗ് ആന്റിബോഡി ഡിസീസ് എന്ന് പറയും. അതായത് നമ്മുടെ ഞരമ്പിന്റെ പുറത്തത്തെ കോട്ടിങ് ഇല്ലേ, ആ കോട്ടിങ് അത് ശരീരത്തിന് അണുക്കൾ ഉണ്ടായിട്ട് നശിപ്പിക്കുന്ന ഒരു അസുഖം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഏട്ടന് വയ്യാണ്ടായി. ഞങ്ങളിങ്ങനെ ട്രീറ്റ്മെന്റിലാണ്. ഞങ്ങൾ ഹണിമൂണൊക്കെ ഇവിടെയായിരുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു, ICയിലായിരുന്നു. അതൊക്കെ വളരെ കൂളായിട്ടാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ ഇത് കണ്ടു. കല്യാണത്തിന് മുമ്പ് ഈ ഒരു അസുഖമുള്ള വിവരം അറിയില്ല? എനിക്ക് അസുഖം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇത്രയും സീരിയസ് ആയിട്ടില്ലായിരുന്നു. എന്തായിരുന്നു കല്യാണത്തിന് മുമ്പ് ഈ കാഴ്ചന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ണിന്റെ പ്രോബ്ലം ആണെന്ന് വിചാരിച്ചിട്ട് കുറെ ചികിത്സിച്ച് അങ്ങനെ ഇതിപ്പം ബാംഗ്ലൂരിലേക്ക് ഒരു ബ്ലഡ് റിസൾട്ട് അയച്ചപ്പോഴാണ്, മെഡിക്കൽ കോളേജിൽ പോയപ്പോഴാണ് ഈ അസുഖം തിരിച്ചറിയുന്നത്, ഇതിന്റെ പ്രോപ്പർ കാരണം. അപ്പൊ അന്ന് മുതൽ ചികിത്സയിലാണ്. അപ്പം ഞങ്ങൾ പിന്നെ ആഴ്ചയിൽ മെഡിക്കൽ കോളേജിലായിരുന്നു. കല്യാണം കഴിച്ച് ഞങ്ങളുടെ വിരുന്നും ഹണിമൂണും എല്ലാം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പൊ അവസാനം ഞങ്ങൾ പോയി മടുത്തു. മെഡിക്കൽ കോളേജിൽ പോയി ഞങ്ങളുടെ മനസ്സും അടുത്ത് പോയി. നമുക്ക് മാത്രമല്ല ഇങ്ങനെയുള്ളൂ, കല്യാണം കഴിച്ചവരൊക്കെ ടൂറൊക്കെ പോകുന്ന ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമവും. പിന്നെ ഞങ്ങൾ അതിനോട് പൊരുത്തപ്പെട്ടിട്ട് ഞങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ പോകില്ലേ, അത് ഞങ്ങൾ ഒരു ടൂർ പോലെ ആക്കി. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുന്ന ഒരു വിഷമമായിട്ട് തോന്നുന്നില്ല. ഞങ്ങൾ പോകും, ഏട്ടനൊരു ഇഞ്ചക്ഷൻ ഉണ്ട്, ഒരു 42,000 രൂപയുടെ. അപ്പൊ അതിപ്പോ ആദ്യം ആഴ്ചയിലായിരുന്നു, പിന്നെ 3 മാസം കൂടുമ്പോഴായി, ഇപ്പൊ 6 മാസം കൂടുമ്പോഴായി. ഇങ്ങനെ നമ്മൾ 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പൊ അടുത്ത ഡോസ് ഇപ്പൊ ഈ അടുത്ത മാസം 15-ാം തീയതി ആവും. അപ്പൊ അത് അങ്ങനെ ചെയ്യണം.
അപ്പം നമ്മളത് പോകുമ്പോൾ ഒരു ഇപ്പോൾ എന്താ പറയുക എൻജോയ്മെൻ്റ് ആയിട്ട് പോകുന്നു, വരുന്ന വഴിക്ക് ഒരു കുഴിമന്തിയൊക്കെ കഴിക്കുന്നു, ICU കയറുന്നു, മരുന്ന് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെയൊക്കെ. ICU ആദ്യം ഫസ്റ്റ് മരുന്ന് ചെയ്യാൻ പോയപ്പം ഈ ICUവിൽ കിടക്കുന്ന നമ്മൾ അടുത്തടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല രോഗം മൂർച്ഛിച്ചിട്ടായിരിക്കും ICUവിലേക്ക് വരിക. അപ്പം ഈ എൻ്റെ മരുന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് BP കാര്യങ്ങളൊന്നും കൂടാൻ പാടില്ല. അപ്പോൾ ഈ അടുത്തുള്ള ആൾക്കാർ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും, നമ്മളത് നേരിട്ട് കാണും. അപ്പോൾ പെട്ടെന്ന് എനിക്ക് BP കൂടിയിട്ട് നമ്മളെ ഈ മരുന്നൊക്കെ കയറുന്നത് താളം തെറ്റിയിട്ട് അതൊക്കെ നിർത്തി വെച്ചിട്ട് 8 മണിക്കൂറാണ് എനിക്ക് മരുന്ന് കയറുന്ന ടൈം. അപ്പോൾ അത് നിർത്തി വെച്ചിട്ട് പിന്നെ എന്നെ റിലാക്സ് കൂളാക്കി കഴിഞ്ഞിട്ടാണ് രണ്ടാമത് ആ മരുന്ന് പിന്നെ കയറിക്കൊണ്ടിരിക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ ഒരു 3 തുള്ളി വെച്ചാണ് മരുന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്പം ഞങ്ങൾ രണ്ടും തനിയാ പോവുക. അപ്പം ഞങ്ങൾ ICUവിൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ ഇരിക്കും. ഇത്ര നേരം നിങ്ങള് ചാളമേരിയും വിരാട് കോഹ്ലിയും മറ്റേ പാട്ടും കാര്യമൊക്കെ കൂടി ആയപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ ഞാൻ കുറച്ച് നേരത്തേക്ക് സ്റ്റക്കായി. അതും വളരെ ഹാപ്പി ആയിട്ട് അത് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയുക. നമുക്കിപ്പോൾ അങ്ങനെ വിഷമമായിട്ടൊന്നും ആദ്യം ഭയങ്കര വിഷമായിരുന്നു സത്യം പറഞ്ഞാൽ. ഞങ്ങൾക്ക് സൂയിസൈഡ് ചെയ്താലോ എന്ന് വരെ ഞങ്ങൾ വിചാരിച്ച സമയമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ വിചാരിച്ച ഒരു സമയമുണ്ട്. കുറേ കഴിഞ്ഞപ്പം എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം തോന്നുന്നു, അതൊക്കെ ഞങ്ങൾക്ക് പോസിറ്റീവായി എടുക്കാൻ കഴിഞ്ഞു. അതറിയില്ല എന്താ അത് നടന്നതെന്നറിയില്ല അതിൻ്റെ ഇടയ്ക്ക്. അതെ, ഇപ്പെല്ലാം ഞങ്ങളെല്ലാം പോസിറ്റീവ്. ഇപ്പൊ തോന്നുന്നു അന്ന് അങ്ങനെ ചിന്തിച്ച മണ്ടത്തരായി. അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾക്ക് സഹായിക്കാനായിട്ട് ഒരാളും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരു സ്കൂട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഫസ്റ്റ് ഇഞ്ചക്ഷന് ഞാൻ പോകുമ്പോൾ ആ സ്കൂട്ടിയിൽ ഞങ്ങൾ അന്ന് ഒരു 100 രൂപേന്റെ കോട്ട് ഇറങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു. ഒരു രണ്ട് കളർ കോട്ട്, ഇവിടെ ഒരു പച്ച, എൻ്റെ ഒരു മഞ്ഞ കോട്ട്. അത് ഞങ്ങൾ കറക്റ്റ് ആ കോട്ടും കൂടെ മേടിക്കാനുള്ള കറക്റ്റ് പൈസ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതും ഒരു പൊതിച്ചോറും പിന്നെ ആശുപത്രിയിലേക്കുള്ള ബാക്കി സാധനങ്ങളും ബക്കറ്റും കാര്യങ്ങളും ആ സ്കൂട്ടീൻ്റെ മുന്നിൽ വെച്ച് ഞങ്ങൾ രാവിലെ 4 മണിക്ക് മഴയത്ത് ചുരം ഇറങ്ങി പോകുന്നത് ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കണ്ണിന് പ്രശ്നമുണ്ട്. എൻ്റെ ഈ കണ്ണിന് 60% കാഴ്ചയുള്ളൂ. ഈ 60% കാഴ്ച വേറെ നിവൃത്തിയില്ലക്കാ, വേറെ നിവൃത്തിയില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരുമില്ല? വൈഫിന്റെ വീട്ടിൽ നിന്ന് ആളുണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ ഓരോ അസുഖമായിട്ട് അന്ന് അങ്ങനെ ഒരു സ്റ്റേജിലായിപ്പോയി. എല്ലാവർക്കും ഓരോ വയ്യായിക വീട്ടിൽ ആ ടൈമിലുണ്ടായിരുന്നു. അപ്പൊ അവർക്കും പിന്നെ വന്ന് ഇങ്ങനെ നിൽക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വന്നിട്ട് സത്യം വേറെ ഇപ്പോഴത്തെ കാലത്ത് വേറെ ഏത് പെൺകുട്ടികളാണെങ്കിലും എന്നെ ഇട്ടിട്ട് പോകേണ്ട സമയം ചോദിച്ചു. അങ്ങനെയോന്ന് ആര് സ്റ്റക്കായി ഈ പറയണേ? അതൊന്നുമില്ല മോളെ, അതൊന്നും ശരിയല്ല. എന്താ പറയാ, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലേ നിങ്ങളുടെ മുമ്പിൽ? നിങ്ങളുടെ ഭർത്താവ് അല്ലേ, അവൻ്റെ ലൈഫ്, കരയൊന്നും വേണ്ട, ഒക്കെ ശരിയാവും. ഓക്കെ, ഒന്ന് കണ്ണുടച്ചു കൊടുക്കുക. എന്ത് കണ്ണുടച്ച് മടുത്തു, കണ്ണുടച്ച് മടുത്ത ഈ കരച്ചിലൊക്കെ ഞങ്ങൾക്ക് ശീലമായി. അതൊക്കെ സന്തോഷത്തിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ഭയങ്കര പോസിറ്റീവാണ്. ഞങ്ങള് ഒരു രക്ഷയില്ല, അപാര പോസിറ്റീവാണ്. എന്താ പറയുക, നിങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിരാട് കോഹ്ലിയാണ് എൻ്റെ അടുത്ത് വരുന്നതെന്ന് അറിഞ്ഞില്ല. നമുക്കും കൂടി ഒരു പോസിറ്റീവ് വൈബാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. എല്ലാം ക്ലിയർ ആയിട്ട്. നിങ്ങൾക്ക് പ്രായം എത്ര? എനിക്ക് 34 വയസ്സുണ്ട്. 27. ഈ പ്രായത്തിലാണ് നിങ്ങൾ നമ്മളെമാരിയുള്ള ഒരു തന്തനെ ഉപദേശിക്കണ വഴി തോന്നുക. പോസിറ്റീവായി വരുന്നേ. അടിപൊളിയായിട്ടാ, ഒന്നും വേണ്ട, വിജയം ഉണ്ടാവുള്ളൂ. പൊരുതണില്ലേ? അപ്പോൾ ആ ഒരു അസുഖമായിട്ട് ആദ്യമായിട്ട് മറ്റേ മെഡിക്കൽ കോളേജിലേക്ക് സ്കൂട്ടിയായിട്ട് ചുരം ഇറങ്ങി ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടൊക്കെ ആ പോകാൻ കാണിച്ച ആ വിൽ പവർ ഉണ്ടല്ലോ, അത് മതി നിങ്ങളുടെ പോസിറ്റീവ്. അതൊന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ട് ഇവിടെ എത്തി നിൽക്കണേ. ഇപ്പോഴും ആ സ്കൂട്ടി തന്നെ യാത്ര. ഇപ്പം അടവിന് ഞങ്ങളൊരു കാർ എടുത്തിട്ടുണ്ട്. കാരണം ഇപ്പം അങ്ങനെ സ്കൂട്ടി പോകാൻ ഒരു വയ്യാത്ത ഒരു സ്ഥിതിയാണ്. കാരണം അന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, ഈ മരുന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ബോഡി ഇത് ഇങ്ങനെ തണുപ്പോ കാര്യങ്ങളൊന്നും അടിക്കരുത്, നിങ്ങൾ വേണമെങ്കിൽ ഒരാഴ്ച ഇവിടെ നിന്നിട്ട് പോയിക്കോ, അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ വിലക്കിയിട്ടുണ്ട്. അന്ന് സ്കൂട്ടിയും കൊണ്ട് വന്നതിന് കുറേ വഴക്കും കേട്ടിട്ടുണ്ട്. അപ്പോഴും ഞങ്ങളുടെ കൂടെ വരാൻ ആരുമില്ല എന്ന് സങ്കടമൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഈ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടായി ശരിയാവും, അങ്ങനെ വല്ല ഇതുവല്ലോ ഉണ്ടോ? നമുക്കിങ്ങനെ നിംഹാൻസിലൊക്കെ പോയാൽ റെഡിയാവും എന്നൊക്കെ ഇങ്ങനെ കുറേ പേര് പറഞ്ഞു. പക്ഷെ നമുക്ക് അവിടെയൊന്നും ലാംഗ്വേജ് ഒക്കെ വിഷയമാണല്ലോ, നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു തവണ പോയി, പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചു, പക്ഷെ അവർക്കത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല, അവരെങ്ങനെയൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവർ വേറെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും മനസ്സിലാവുന്നുമില്ല. ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ഒരാളില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ബാംഗ്ലൂർ നിംഹാൻസിൽ ആളില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അത് തീർക്കാൻ എനിക്ക് എൻ്റെ ഒരു മണിയേട്ടനുണ്ട് അവിടെ. മൂപ്പര് വിചാരിച്ചു കഴിഞ്ഞാൽ നിംഹാൻസ് അല്ല എവിടെയും നിങ്ങൾക്ക് അവിടെ പോകാനും കാണാനും അത് ഞാൻ ഏർപ്പാടാക്കി തരാം.
അതുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട കേട്ടോ. ബാംഗ്ലൂർ പോയി നിങ്ങൾക്ക് ചികിത്സ, അവിടെ എൻട്രി ആവല്, അവിടെ ഒരാൾ, അതിനെക്കുറിച്ച് നിങ്ങൾ ബേജാറാവണ്ട. അത് നമ്മൾ മണിയേട്ടന് ജസ്റ്റ് ഈ വീഡിയോ കണ്ടാൽ തന്നെ മൊയിനൊക്കെ അവരെ ഇങ്ങോട്ട് വിടുകയെന്ന് പറയും. നിങ്ങൾ വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല. വളരെ ദുഃഖകരമായ കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആ ഒരു മൂഡൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പാട്ടും കൂടി. തീർച്ചയായും. மன்னவன் பேரை சொல்லி மல்லிகை சூடிக்கொண்டேன், மன்மதன் பாடலொன்று நெஞ்சுக்குள் பாடிக்கொண்டேன், சொல்லத்தான் என்னையும் இல்லையே பாஷைகள், என்னவோ ஆசைகள், எண்ணத்தின் ஓசைகள், மாலை சூடி மஞ்சம் தேடி மாலை சூடி மஞ்சம் தேடி காதல் தேவன் சந்நிதே காண 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 சின்ன சின்ன வண்ண கோயில் கொஞ்சி கொஞ்சி கோவதம்மா. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോൾ നമ്മുടെ വിരാട് കോഹ്ലിയും പെണ്ണുങ്ങളും കൂടി നമ്മളെ കാണാൻ വേണ്ടി വാടകയ്ക്ക് വരെ വന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലുള്ള കാര്യം. എങ്ങനെയുണ്ട് ഇത് സ്ഥലവും കാര്യങ്ങളും? വൈബ് സ്ഥലം. നല്ല അടിപൊളി ഉഷാറ്. അപ്പോൾ എന്തായാലും ചെങ്ങന്മാരെ ഇത് കണ്ടില്ലേ, ഇവരിനെ പഠിക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട്. എന്തിനും പോസിറ്റീവായിട്ട് എടുക്കുക. ഇവർ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എത്രത്തോളം പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് കലയെ ചേർത്ത് പിടിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടി ഒരേ മനസ്സോടെ മുന്നോട്ട് പോകാന്നുള്ളത് ഇത് നമുക്ക് ഓരോരുത്തർക്കുള്ള പാടാണ്. അപ്പോൾ എന്താ അറിയോ, ഇവരെങ്ങനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുക, ഇവർക്ക് മാക്സിമം പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് കൊടുക്കുക, ഇവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ അടുത്ത ഇതുപോലുള്ള കിടു ചങ്ങായിമാരുമായിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ.